മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട പ്രൊഡ്യൂസറായ ഭാവചിത്ര ജയകുമാർ സാറാണ്. സാറ് നമസ്കാരം. സാറിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? മലയാളത്തിലെ ഒരു എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൾട്ട് സീരിയൽ എന്നൊക്കെ പറയുന്ന ലെവലിലൊരു സീരിയൽ കുങ്കുമപ്പൂ. ഒരു സീരിയൽ ബ്രേക്ക് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ വേണ്ട എന്ന് ചാനലിൽ പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നതിൽ എത്രമാത്രം വിഷമം ഉണ്ടാക്കും? ശമ്പളം പോലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കണം. കാരണം അവർ മറ്റൊരു പ്രതീക്ഷയിലായിരിക്കും, നമ്മൾ മറ്റൊരു പ്രതീക്ഷയിലായിരിക്കും. ഇത് നമ്മൾ ചിലപ്പോൾ ചേർന്ന് പോകണമെന്നില്ല. കഴിവിനാണോ വാല്യൂ, ബന്ധങ്ങൾക്കാണോ വാല്യൂ? അല്ല, അത് കഴിയുന്നതാണ്. ആദ്യത്തെ ഇത് തുടക്കം മുമ്പിട്ടുള്ള പടമായിരുന്നു കഥയുടെ പകരം. പിന്നീടെല്ലാം കണ്ടിന്യൂസ്ലി മോഹൻലാലിന്റെ പടം. ഹേ, ഇറ്റ്സ് മീ അജിൻ വർഗീസ്. ലെറ്റ്സ് വെൽക്കം ടു അവർ ഷോ ചാറ്റ് വിത്ത് അജിൻ. ഇതിനോടൊപ്പം ഉള്ളത് ഒരുപാട് ഹിറ്റുകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിക്കുകയും ഒരുപാട് ആളുകളെ സഹായിക്കുകയും മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട പ്രൊഡ്യൂസറായ ഭാവചിത്ര ജയകുമാർ സാറാണ്. സാറ് നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ സാറിനെ കാണാൻ പറ്റിയതിലൊക്കെ. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് തന്നെ പറയാം. ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കുകയും ഞങ്ങൾ കാഴ്ചക്കാരായിട്ട് എൻ്റെ അമ്മയോടൊപ്പം മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് കണ്ട ഒരുപാട് സീരിയലുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് സാറിനോട് ചോദിച്ചറിയാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലാദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസറായിട്ടുള്ളത്? സീരിയൽ എന്ന് പറയുന്നത് പിന്നെ 2010 സീരിയലിലേക്ക് വരുന്നത്. അത് അവിചാരിതമായിട്ട് വരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട്, തീർത്തും അപ്രതീക്ഷിതമായിട്ട്. മെയിൻ എയിം സിനിമയായിരുന്നു. സിനിമയിലായിരുന്നു. പിന്നീട് തുടർന്ന് വന്ന സിനിമയിൽ തന്നെ ആയിരുന്നു. പക്ഷെ സിനിമയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഒരു ബ്രേക്ക് ഉണ്ടായ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് അടുത്തത് പ്ലാനിങ് ചെയ്യാം എന്നാലോചിച്ചു നിൽക്കുന്ന സമയത്താണ് അവിചാരിതമായി ഈ ഓഫർ വരുന്നത്, ടെലിവിഷനിലെ സീരിയലിൻ്റെ. അങ്ങനെ അതിലേക്ക് കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു ഓഫർ വരുമ്പോഴും ആ സീരിയലിൽ നിൽക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ പുതിയൊരു ഇതിലേക്ക് കടക്കണമെന്നും ബോധപൂർവ്വം വിചാരിച്ചതേ അല്ല. സിനിമയുടെ ആ പ്രവർത്തനങ്ങളുടെ നടുവിൽ വെച്ചെന്ന് പറയാം. ഒരു സിനിമയുടെ അടുത്തൊരു സിനിമയുടെ പ്രവർത്തനം. സിനിമ എങ്ങനെയാണല്ലോ, ഒരുപാട് കുറേ നാൾ മുതലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഒരു സിനിമ ഉണ്ടായി വരുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേസിക്കലി ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൂടെ ആയിരുന്നല്ലോ. അപ്പം കണ്ടിന്യൂ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊരു കണ്ടിന്യൂഡ് പ്രോസസ്സാണ് സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ പക്ഷേ ഒരു ഗ്യാപ്പ് വന്നു. ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത സിനിമ പുതുതായിട്ട് തുടങ്ങാമെന്നുള്ള ആലോചിക്കുന്ന ഗ്യാപ്പിലാണ് സംഭവിച്ചത്. അങ്ങനെ ആ ഗ്യാപ്പിൽ നിന്ന് സീരിയലിലോട്ട് വരുന്നു. അപ്പം സാർ തന്നെ പറയുകയുണ്ടായി, ഇതൊരു അവിചാരിതമായിട്ട് വന്ന കാര്യങ്ങൾ തന്നെ അല്ലേ, ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടോ ഒന്നും അല്ല. അങ്ങനെ ആ സീരിയൽ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുടക്കുന്ന പൈസ അതിൽ എനിക്ക് ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും എന്ന ചിന്തയുണ്ടായിരുന്നോ? അല്ല, അതിനെപ്പറ്റി അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ചിന്ത ഉണ്ടായില്ല. ആ രീതിയിൽ ചിന്തിച്ചില്ല. സ്വാഭാവികമായിട്ടും മീഡിയ ആണല്ലോ, സിനിമയായാലും ടെലിവിഷനായാലും സിനിമയായാലും മീഡിയ ആണ്. നമ്മുടെ തട്ടകം മീഡിയ തന്നെയാണ്. തീർച്ചയായിട്ടും അന്ന് വിചാരിക്കുന്നത് സേഫാണല്ലോ. ടെലിവിഷൻ കുറച്ചുകൂടെ സേഫായിട്ടുള്ളൊരിടം എന്നാണ് വിചാരിക്കുന്നത്. അതെ, റിസ്കിൻ്റെ എലമെൻ്റ്. മറ്റേതൊന്ന് ഒരു ഓവർ ദി നൈറ്റ് ലോസോ വിജയോ എന്ന് പറയുന്നതാണല്ലോ സിനിമ. അതിനകത്ത് ഒരുപാട് സ്പെക്കുലേഷൻ വളരെ കൂടുതലാണ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്. സീരിയലും മീഡിയ ആണെങ്കിലും അങ്ങനൊരു സംഭവം ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് അന്ന് വരുമ്പോഴും. അപ്പോൾ ഒരു കൗതുകത്തിനെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഒരു കൗതുകത്തിന് വേണ്ടി എന്നുള്ള നിലയിലും നോക്കാം, ചെയ്യാം എന്ന് വിചാരിച്ചു. അതിനകത്ത് വലിയൊരു ഗൗരവം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ആ കൗതുകം മലയാളികളിലേക്ക് സൂപ്പർ ഹിറ്റുകളാണ്. അതാ പറഞ്ഞത്, അതൊരു എന്താ പറയുക, ഒരു മാജിക്ക് സംഭവിച്ചാണ് ആദ്യത്തെ സീരിയൽ. അന്ന് തന്നെ ആ സീരിയൽ ഈ പറഞ്ഞൊരു മലയാളത്തിലെ ഒരു എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൾട്ട് സീരിയൽ എന്നൊക്കെ പറയുന്ന ലെവലിലൊരു സീരിയലെ കുങ്കുമപ്പൂ. അപ്പോൾ അതിലേക്ക് ഞാൻ വന്നു പെടുന്നതാണ്. ഞാനായിട്ട് ഡിസൈൻ ചെയ്ത സീരിയലല്ല അത്. പിന്നെ പ്രദീപ് പണിക്കർ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രദീപിന് നേരത്തെ മേലെ പരിചയമുണ്ട്, അടുപ്പമുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ 7 ആർട്സിൻ്റെ സീരിയലിലൂടെയാണ് പുള്ളി വന്നതെന്ന് തോന്നുന്നു. തുടക്കം കുറിച്ചതും നമ്മുടെ പ്രൊഡക്ഷനിൽ എൻ്റെ അല്ല 7 ആർട്സ് എനിക്ക് മുമ്പ് ബ്രദർ സീരിയൽസ് ഇടയ്ക്കാലത്ത് ചെയ്തിരുന്നു. സിനിമയിൽ നിന്നൊരു ഗ്യാപ്പ്, ഇതുപോലെ ബ്രേക്കിൽ കുറച്ച് സീരിയൽ ചെയ്തിരുന്നു. വീണ്ടും സിനിമയിലാണ് സജീവമായി. അപ്പോൾ ആ സമയത്ത് പ്രദീപ് പണിക്കരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു. തുടക്കമായിരുന്നു. അങ്ങനെ കണ്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം അവിചാരിതമായി എറണാകുളത്ത്, ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു സിനിമയുടെ
ആലോചനയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് നടക്കുമ്പോഴാണ് ഇങ്ങനൊരു സീരിയൽ ചെയ്യാനായിട്ട് ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. ആൾറെഡി അപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ അപ്രൂവൽ കിട്ടിയ സബ്ജക്റ്റാണ്. സാറിൻ്റെ ബാനർ ചെയ്താൽ സാറിൻ്റെ ബാനറിൻ്റെ പേരും കൂടെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞു. അപ്പം അന്നും ഏഷ്യാനെറ്റ് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, ടോപ്പ് തന്നെയാണ്. ടോപ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഏഷ്യാനെറ്റിൽ അങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും? അത് അങ്ങനെയാണ് ഇതിന് അപ്രൂവൽ കിട്ടി, സബ്ജക്റ്റ് അപ്രൂവൽ കിട്ടി. അപ്പം പിന്നെ ഇനിയും സാറിൻ്റെ ബാനറാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തോട്ട് പിന്നെ ഇതിനു വേണ്ടി വരുന്നത്, ആ സബ്ജക്റ്റിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നത്. ഏഷ്യാനെറ്റ് പോകുന്നത് അങ്ങനെ അത് സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുന്നതാണ് കുങ്കുമപ്പൂ. അങ്ങനെയാണ് കുങ്കുമപ്പൂ സംഭവിക്കുന്നത്. അതെ അതെ. അത് വന്നതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് സെലക്ഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ സെലക്ഷൻ ആയാലും ബാക്കിയെല്ലാമായിട്ട് പോയി. നിലവിലിപ്പോൾ സാറ് സീരിയൽ കാരണമാണ് ട്രിവാൻഡ്രത്ത് സെറ്റിലായത്. അത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും അതെ. 2010 കുങ്കുമപ്പൂവിൻ്റെ പിന്നെ വർക്കുമായിട്ടാണ് ഇവിടെ സെറ്റിലാവുന്നത്. അങ്ങനെ കുങ്കുമപ്പൂ സീരിയലിലേക്ക് വരുന്നു, പിന്നീട് അതൊരു ഇഷ്ടമായിട്ട് മാറുന്നില്ലേ? തീർച്ചയായിട്ടും അതൊരു സക്സസും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മളത് എൻജോയ് ചെയ്തു, സ്വാഭാവികമായിട്ടും എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രവർത്തനം സിനിമ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഒതുക്കത്തിലാണ്, റിസ്ക്കും കുറച്ചുകൂടെ ലാഘവത്തോടെ ചെയ്യാമെന്നുള്ളൊരു അതായിരുന്നു അതിൻ്റെ ഒരു അനുഭവം. അങ്ങനെയാണ് തുടക്കം. അപ്പോഴത് അത് ചെയ്തുകൊണ്ട് അതിൻ്റെ സക്സസ് ആയപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അടുത്ത സീരിയൽ ഉടനെ അങ്ങനെ ആ കുങ്കുമപ്പൂ സീരിയൽ സക്സസ് ആയെന്ന് നമ്മൾ കണ്ണിൽ കൂടെ കാണുന്നു. പിന്നീട് അടുത്ത സീരിയലിലോട്ട് കൈവച്ചത് ഏതായിരുന്നു? കുങ്കുമപ്പൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അഗ്നിപുത്രി എന്ന് പറഞ്ഞൊരു സീരിയൽ അടുത്ത ഏഷ്യാനെറ്റ് തന്നെ. സ്വാഭാവികമായിട്ടും സക്സസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ചാനലിനും ഒരു എന്തൂസിയസ് ഉണ്ടാവുമല്ലോ. അത് ടീം എന്ന് പറഞ്ഞാൽ പ്രദീപ് പണിക്കരുടെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന സബ്ജക്റ്റ്. പിന്നെ പ്രദീപ് പണിക്കർ അങ്ങ് ചേർന്ന് പിടിച്ചു. അതെ, പിന്നില്ല ശരിക്കും അത് പിന്നെ മുറിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ. അടുത്ത മൂന്നാമത്തെ പ്രോജക്റ്റ് അപ്പോഴത്തേക്ക് അത് മാറേണ്ടി വന്നു. അങ്ങനെയാണ് ഈ അഗ്നിപുത്രി തുടങ്ങുന്നത്. പുള്ളിയുടെ അതിൻ്റെ ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അത് വേണ്ട പോലെ പോയില്ല, അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല. അതൊരു പ്രതീക്ഷ റീച്ചിലേക്ക് എത്തിയില്ല. ആ സബ്ജക്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു പ്രേതകഥയുടെ സ്വഭാവമായിരുന്നു. അപ്പോൾ അത് ഈ കുടുംബ സബ്ജക്റ്റ് പോലെ ഒരു ലെവലിൽ പോയില്ല. അങ്ങനെ അത് നിൽക്കുമ്പോഴാണ് തമിഴിലേക്ക് കുങ്കുമപ്പൂവിനെ തമിഴ് ചെയ്യാൻ വേണ്ടി പറയുന്നു. സെയിം മാനേജ്മെൻറ്റാണ്, ഏഷ്യാനെറ്റിൻ്റെ മാനേജ്മെൻറ്റാണ്, സ്റ്റാറിൻ്റെ ഗ്രൂപ്പിലുള്ള വിജയ് TV. അത് അപ്പം മാധവൻ സാറ് തന്നെ പറഞ്ഞിട്ടാണ് തമിഴിലേക്ക് പിന്നെ അത് ചെയ്യാൻ കുങ്കുമപ്പൂ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഈ അഗ്നിപുത്രി നന്നായിട്ട് പോകാത്തത് കൊണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ അത് പെട്ടെന്ന് കുറച്ച് നോക്കിയിട്ട് വന്ന് ആ സമയത്താണ് പരസ്പരം തുടങ്ങുന്നത്. അടുത്ത സൂപ്പർ ഹിറ്റ് അതാണ്. അത് ആക്ച്വലി പ്രദീപ് പണിക്കർ തന്നെയാണ് എഴുത്ത് തുടങ്ങിയത്. റീമേക്കാണ് ഓഫ് കോഴ്സ്, അത് പുറത്തുനിന്നുള്ളൊരു സബ്ജക്റ്റാണ്. അത് ചെയ്യുമ്പോഴാണ് പ്രദീപ് പണിക്കർ മറ്റൊരു സീരിയലും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്, എൻ്റെ അല്ല, പുറത്ത്. അപ്പം അങ്ങനെ നമ്മുടെ ഇത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വലിയ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയും കന്നഡയുണ്ട്. കന്നഡയും ഹിന്ദിയും കാണുക, സബ്ജക്റ്റ് വായിക്കുക, അങ്ങനെ കുറച്ചുകൂടെ സമയം കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് പിന്നെ അദ്ദേഹം മാറിയിട്ട് മറ്റൊരു റൈറ്ററെ ആണത്, ഗിരീഷ് ഗ്രാമിക എന്ന് പറയുന്ന വേറെ റൈറ്ററാണ് പിന്നെ ചെയ്തത്. ഈ ഹിറ്റുകൾ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സീരിയൽ ബ്രേക്ക് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ വേണ്ട എന്ന് ചാനലിൽ പറയുമ്പം ഒരു പ്രൊഡ്യൂസർ എന്നതിൽ എത്രമാത്രം വിഷമം ഉണ്ടാക്കും? സീരിയൽ വേണ്ട എന്ന് മീൻസ് നിർത്തുന്ന സമയം, അത് വേണ്ട പോലെ പോയില്ലെന്ന് പറയുമ്പോൾ അല്ല, അത് സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു കാരണം ഈ സിനിമയുടെ ജയാപരാജയങ്ങൾ നമ്മൾ അനുഭവിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഫേറ്റ് വളരെ ദുഃഖത്തോടെ ആണെങ്കിലും ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. മിക്കവാറും ഒരു ദിവസത്തെ മാറ്റ്നി ഷോ കഴിയുമ്പം നമ്മൾ പറയും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിധി നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അത് വലിയൊരു ആഘാതമാണ് സാധാരണയിൽ സംഭവിക്കുന്നത്. എല്ലാ സീരിയലും അല്ല സിനിമകളും വലിയ പ്രതീക്ഷയോടാണല്ലോ. വിജയത്തിൻ്റെ ഒരു ഫോർമുല സേഫ് ആണെന്ന് കണ്ടിട്ട് എല്ലാവരും കഷ്ടപ്പാടുമാണ്. അതുകൊണ്ട് അതങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് ആ ഷോക്ക് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ പിന്നെ സീരിയൽ പിന്നെ ഗ്രാജുവലി ആണല്ലോ. ഇത് വേണ്ട പോലെ ശരിയായില്ല, വീണ്ടും പ്രിപ്പയർ ചെയ്ത് നോക്കി ആ യാഥാർത്ഥ്യം നമുക്ക് തന്നെ ബോധ്യപ്പെടും ഇത് വേണ്ട രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ചാനലിൽ പറയുമ്പോൾ നമുക്കത് വലിയൊരു ഷോക്ക് എന്ന് പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. അത്രയും ഇപ്പം സാറിൻ്റെ ഓരോ സംസാരത്തിലുള്ള കോൺഫിഡൻസ് ഞാൻ മനസ്സിലാക്കുന്നത് പഠിച്ച പാഠപുസ്തകത്തേക്കാൾ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളല്ലേ? അത് തീർച്ചയായിട്ടും അതെ. ഇതെല്ലാം നമ്മൾ വന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത്
വീണുരുണ്ട് അങ്ങനെ ഒന്നാണ്. മുൻകാല ബന്ധങ്ങളില്ലാതെ ഒന്ന് പഠിച്ച് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് നീ കേട്ടോണ്ട്, ശരിയാണോ? അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതെ. എല്ലാ മേഖലയിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടം കടന്നു വന്നപ്പോഴും വലിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബന്ധങ്ങൾ ജയകുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനെ എത്രമാത്രം വളർത്താൻ സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അതെ. എൻ്റെ ഒരു ട്രഷർ എന്ന് പറയുന്നത് ശരിക്കും അത് മാത്രമാണ്. ഒരു പിന്നെ അനുഭവങ്ങൾ, ഈ സുഹൃത്ത് ബന്ധം, അതൊക്കെയാണ് നമ്മുടെ സ്വത്ത് ആക്ച്വലി. അത് ആ അനുഭവങ്ങൾക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളെ സാമ്പത്തികമായ അതോ വിജയവും മാത്രമല്ലല്ലോ. മേ ബി ഇതെല്ലാം നമ്മളെ രൂപപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങളും അനുഭവങ്ങളാണ്. സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധം? സുരേഷ് ഗോപിയായിട്ട് നല്ല നല്ല അടുപ്പവും സ്വാതന്ത്ര്യവും ഉണ്ട്. ആദ്യമല്ലേ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറച്ചിലുണ്ടായില്ല. പുള്ളിയും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ പോകുന്നുമില്ല എന്ന് പറഞ്ഞ കുറേ നാളുകൾ ഇങ്ങനെ നിന്നിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് 2014 ഇലക്ഷൻ സമയത്താണെന്ന് തോന്നുന്നു പുള്ളി ആദ്യമായിട്ട്, അതിന് ശേഷമാണെന്ന് തോന്നുന്നു, ലോക്സഭ ഇലക്ഷനുകൾക്ക് ശേഷമാണ് പുള്ളി ആക്റ്റീവായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇറങ്ങിയെങ്കിലും പുള്ളി പക്ഷേ സിനിമയെ തുടരുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോ കാണിക്കാം. അപ്പോൾ സാറിന് ഓർമ്മയിൽ വരുന്നതൊന്ന് പങ്കുവെക്കണം. ഓ യെസ്. ഇപ്പം ഈ ഒരു ഫോട്ടോ കണ്ടപ്പം ഓർമ്മയിൽ വന്നൊന്ന് പങ്കുവെക്കാം. അയ്യോ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമല്ലേ. ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞുള്ള നമ്മുടെ സ്വത്തെന്ന് പറയുന്ന കൂട്ടത്തിലെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ സെറ്റിലെ അതാണ് പഞ്ചാഗ്നി. എൻ്റെ തുടക്കം പൂജയാണോ? ഇത് പൂജയാണെന്ന് തോന്നുന്നു. അതെ അതെ, പൂജ. അതെ, MT സാർ എല്ലാവരും ഉണ്ട്. പൂജയാണ്. അതെ, പഞ്ചാഗ്നി. അതെ, കോഴിക്കോട് വെച്ചിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. പഞ്ചാഗ്നിയാണ് എൻ്റെ കളരി, എൻ്റെ പഠനം. അതാണ് എൻ്റെ എന്താ പറയുന്നത്, എല്ലാം കൊണ്ടും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നതാണ് പഞ്ചാഗ്നി. ഫോട്ടോ കാണിച്ചു വന്നാൽ ആ ഒരു ചിരി മുഖത്തുണ്ട്. പഞ്ചാഗ്നി 1985. അതായത് എൻ്റെ ബ്രദർ സെവൻ ആർട്സ് വിജയകുമാർ ചേട്ടനായിട്ടാണ് എൻ്റെ പ്രൊഡ്യൂസർ. ഞാനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് അതിനകത്തുണ്ട്. അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയാൻ പറ്റുന്ന എൻ്റെ അനുഭവം പഞ്ചാഗ്നി തന്നെയാണ്. പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നു, ഡിസ്ട്രിബ്യൂഷനുള്ളപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും എല്ലാം കൊണ്ടൊരു അനുഭവം അതാണ് പഞ്ചാഗ്നി. ഞാൻ ആദ്യമായിട്ട് ബോംബെയിൽ നിന്ന് മസ്കറ്റിൽ നിന്നും ബോംബെ ഓഫീസിൽ വന്നു. അത് ഞങ്ങൾ ബോംബെയിൽ ഓഫീസുണ്ട്, ചേട്ടൻ്റെ ഓഫീസ് ബോംബെയാണ്. അവിടെ നിന്നും നേരെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ചെന്നൈയിലേക്ക് വരുമ്പോൾ ഈ പഞ്ചാഗ്നിയുടെ ആദ്യ കാര്യങ്ങൾ നടക്കുകയാണ് ഹരിഹരൻ സാറിൻ്റെ വീട്ടിൽ വെച്ചാണ്. നേരെ ലൊക്കേഷനിലോട്ടാണ് വരുന്നത്? അല്ല, ലൊക്കേഷനില്ല. ലൊക്കേഷനിൽ വന്നത് അന്ന് കാതോരം എന്നുള്ള സിനിമയുടെ ലൊക്കേഷനിലാണ് വരുന്നത്, ചാലക്കുടിയിൽ. അതിൻ്റെ ഏതാണ്ട് പാക്കപ്പായി ലാസ്റ്റ് 3-4 ദിവസം കൂടെ ഉള്ളൂ. അന്നൊന്നും ഞാനില്ല. അതിൻ്റെ ഷൂട്ടിങ് കൊടൈക്കനാലും പിന്നെ ചാലക്കുടിയായിരുന്നു. അത് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഒരു 3 ദിവസം മറ്റു ഷൂട്ടിംഗ് ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത്. ആ ലൊക്കേഷനിൽ ലാൻഡ് ചെയ്തു. പക്ഷേ അതിന് മുമ്പ് അതിന് ശേഷവും പഞ്ചാഗ്നിയുടെ പ്രവർത്തനങ്ങൾ ചെന്നൈയിൽ നടക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള ബേസിക് ചാർട്ടിങ് എന്ന് പറയുമല്ലോ, ചാർട്ടിങ്, കാസ്റ്റിങ്, ഇതെല്ലാം നടക്കുമ്പം ഹരിഹരൻ സാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ്മാരോടൊപ്പം ഒരു അസിസ്റ്റന്റിനെ പോലെയാണ് ഞാൻ തുടക്കം. എൻ്റെ കൂട്ടത്തിൽ അവിടെയാണ് തുടക്കം കുറിക്കുന്നത്. എന്താണ് അസോസിയേറ്റ് ഡയറക്ടർ, പിന്നീട് ഡയറക്ടർ ശ്രീകുട്ടൻ, GS വിജയൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ചാർട്ടിങ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങുന്നു, അവർ ചെയ്യുന്നു. ഞാൻ എൻ്റെ കൂടെ കാഴ്ചക്കാരനായിട്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ കാതുകമാണല്ലോ, പഠിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ചാർട്ടിങ് ആവുന്നു, അതിന് കാസ്റ്റിംഗ് ആവുന്നു. പിന്നീട് ലൊക്കേഷൻ കാണാനായിട്ട് ആദ്യമായിട്ട് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ കോഴിക്കോടാണ് ലൊക്കേഷൻ. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ഒരു ടീമായിട്ട് കോഴിക്കോടേക്ക് പോകുന്നു. അവിടെ യഥാർത്ഥ പ്രൊഡ്യൂസറായിട്ട് അവിടെ ചെന്നിട്ട് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ MT സാറിൻ്റെ ഒരു കളരി എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലാണ്. MT സാർ നേരിട്ട്, അതിനുശേഷം ഞാൻ അതുവരെ കണ്ടിട്ടില്ല, അദ്ദേഹം നേരിട്ടൊരു സിനിമയുടെ സെറ്റിൽ ഇത്രയും ആക്റ്റീവായിട്ട് ഇടപെടുന്നത്. നമ്മൾ ലൊക്കേഷൻ കാണാൻ പോകുന്നത് MT സാറുമായിട്ടാണ്. ലൊക്കേഷൻസ് കാണാനായിട്ട് പോകുന്നത് വലിയൊരു അനുഭവം. അതെ, ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നു. കോഴിക്കോട് എല്ലാം ലൊക്കേഷൻ കാണുന്നത് മുതലും അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ്, അദ്ദേഹം പറഞ്ഞ വളരെ കുറച്ചല്ലേ സംസാരിക്കത്തുള്ളൂ സാറ്. പക്ഷെ സംസാരിച്ചതെല്ലാം ഇന്നും നമ്മുടെ തലയിൽ മുഴങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളല്ലേ, പാഠങ്ങളാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് സാറ് പങ്കുവച്ചതെന്ന് പറയാമോ? സാറെന്ന്
പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമയെ പറ്റി ചെയ്യാനും ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള അങ്ങനെ ഇരുത്തി പറയുമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സ്ഥലമാണല്ലോ കോഴിക്കോട്. സിനിമ നാടകത്തിൻ്റെയും സിനിമയുടെയും അനവധിയായിട്ടുള്ള ആൾക്കാരുള്ള വലിയൊരു തട്ടകമാണ്, വലിയൊരു കൾച്ചർ ഉള്ള സ്ഥലമാണല്ലോ. അപ്പം അപ്പോൾ അവിടെ ഒരുപാട് പേര് നമ്മൾ ചെന്ന് മഹാറാണി എന്ന് പറഞ്ഞ ഹോട്ടലിൽ താമസിക്കുന്നു. പ്രീ പ്രൊഡക്ഷൻ മഹാറാണി കോഴിക്കോടിന്റെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ പേരിട്ടൊരു ഹോട്ടലല്ലേ? ആണ്. കാരണം ആ കാലത്തെ സിനിമ, ഇപ്പോഴത്തെ സിനിമയിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല. മറ്റു പല ഒരുപാട് പുതിയ ഹോട്ടൽസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് മഹാറാണിയും പിന്നെ മറ്റേ അപ്പുറത്ത് വേറൊരു ഹോട്ടലുണ്ടല്ലോ, അത് അളകാപുരിയും മഹാറാണിയും അവിടെയാണ് അന്ന് നമ്മുടെ ആൾക്കാരെല്ലാം താമസിക്കുന്നത്. അപ്പോൾ മഹാറാണിയിൽ ആണ് ഞങ്ങൾ ആ പ്രൊഡക്ഷൻ ടീം പോയി താമസിച്ചുകൊണ്ട് ലൊക്കേഷനുകളും മറ്റു കാര്യങ്ങൾ പോകുമ്പം സാർ പറഞ്ഞൊരു വാക്ക്, ഒരുപാട് ആൾക്കാർ അവിടെ വരും, നമ്മൾ കാണാൻ വേണ്ടി വരും. അതെല്ലാം ഇവരുടെ പരിചയക്കാർ ഇവർ റെക്കമെൻഡ് ചെയ്തതായിരിക്കും. MT സാറും ഹരിഹരൻ സാറിൻ്റെയും സ്ഥലമാണല്ലോ. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന മുൻകാല സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതോ അഭിനയിക്കാതെ നാടകത്തിൻ്റെയൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാം വന്ന് നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾ ചെയ്യുമ്പം ഈ ശമ്പളം പോലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കണം. കാരണം പറഞ്ഞാൽ രണ്ടുപേരും അമിത സ്വാതന്ത്ര്യം കൊണ്ട് കമ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് വരുമ്പോൾ അവർ വിചാരിക്കും എന്തോ കാര്യമായ, അവർ മറ്റൊരു പ്രതീക്ഷയിലായിരിക്കും, നമ്മൾ മറ്റൊരു പ്രതീക്ഷയിലായിരിക്കും. ഇത് തമ്മിൽ ചിലപ്പോൾ ചേർന്ന് പോകണമെന്നില്ല. അത് അന്ന് പറഞ്ഞ അതാണ് ഇപ്പോഴും നമ്മുടെ തലയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. എവിടെയെങ്കിലും അത് ചിലപ്പോൾ മിസ്സായി പോയാൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ച് നമുക്ക് പ്രശ്നമായിട്ടുമുണ്ട്. സാറേ, ഇപ്പോൾ ഒരുപാട് ആളുകൾ സിനിമയിൽ വരാനും സീരിയലിൽ വരാനും അഭിനയിക്കാനായിട്ട് 10-12 വർഷം മാറ്റി വെച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, പെട്ടെന്ന് വരുന്ന ഒരാൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഈ 12-20 വർഷം വെയിറ്റ് ചെയ്യുന്നവർ പക്ഷേ ഒരവസരത്തിൽ പോലും എത്തപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, കഴിവിനാണോ വാല്യൂ, ബന്ധങ്ങൾക്കാണോ വാല്യൂ? അല്ല, അത് കഴിവിനാണ്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താനല്ലേ പറ്റുള്ളൂ. അത് അതിൽ നിലനിർത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന കഴിവിനോടൊപ്പം തന്നെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിവിനോടൊപ്പം തന്നെ അവരുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയും. അപ്പോൾ എന്തൊക്കെ ചിട്ടകൾ ഒരു ആക്ടർ ശ്രദ്ധിക്കണം? അല്ല, ആക്ടർ മൊത്തത്തിൽ ഫോർ എക്സാമ്പിൾ നസീർ സാർ, പ്രേം നസീർ, ഒരു ടവറിങ് പേഴ്സണാലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാവരും പറഞ്ഞ് കേട്ടുള്ളത്. ഐ മീൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റം, എല്ലാ കാര്യങ്ങളോടുള്ള ഡിസിപ്ലിൻ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളോടും. അതാണ് ക്യാരക്ടർ. സൂപ്പർ സ്റ്റാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ പ്രേം നസീറിൻ്റെ സ്വഭാവത്തെ പറ്റി എല്ലാവരും പറയുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും ഒരു ചർച്ചയിലോ അല്ലെ പ്രൊഡ്യൂസേഴ്സിൻ്റെ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സാറിൻ്റെ കാര്യങ്ങൾ. മധുസാറും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. നാസിർ സാറെ പോലെ സൂപ്പർ സ്റ്റാറായിട്ട് നിന്നുകൊണ്ട് എല്ലാവരും അതേ പറയുള്ളൂ. മധുസാറും അതേപോലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡാണ്. ഈ പറയുന്ന ക്യാരക്ടർ വളരെ ടൈമിങ് മുതൽ എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്കിനി അടുത്തൊരു ഫോട്ടോയിലേക്ക് പോയാലോ? മലയാളികൾക്കെന്നും എപ്പോഴും ഇഷ്ടമുള്ള നമ്മുടെ ലാലേട്ടനോടൊപ്പം ഒരുപാട് ആളുകളുണ്ട്. ഇത് അമേരിക്കയിലുള്ള അതിന് മുമ്പുള്ള, അത് ഞാൻ മാറുന്ന വർഷം 1990 ഭാവചിത്ര തുടങ്ങുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ്. ഈ സിനിമ ചെയ്തിട്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഭാവചിത്ര തുടങ്ങുന്നത്. അപ്പോൾ അത് അങ്ങനെ 7 Artsലെ എൻ്റെ ലാസ്റ്റ് സിനിമയാണത്. അമേരിക്കയിൽ പ്രിയദർശൻ, പിന്നെ ശ്രീനിവാസൻ, പിന്നെ ഫുൾ ടീം കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളാണല്ലോ. അതൊരു ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു ഷോ അമേരിക്കയിൽ പ്ലാൻ ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ വളരെ നേരത്തെ 1 വർഷം മുമ്പേ ഒക്കെ പ്ലാൻ ചെയ്ത് എല്ലാവരുടെയും ഡേറ്റൊക്കെ വാങ്ങിക്കണം. അപ്പം മോഹൻലാൽ ശരിക്കും ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും അത് തന്നെ, അന്നും അത് തന്നെ. അപ്പം അന്ന് ഇത്രയും ദിവസം വേണ്ട, അങ്ങനെ വേണം, ഒരു 20-25 ദിവസമാണ് ഒരു സിനിമസാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്താണ് പുള്ളി 2 മാസത്തോളം ഇവിടുന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കണമല്ലോ അമേരിക്കയിൽ പോകുമ്പോൾ. കാരണം അമേരിക്ക ഷോയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഷോയ്ക്ക് വേണ്ടി അപ്പോൾ വീക്കെൻഡ് മാത്രമേ നടക്കത്തുള്ളൂ. സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ ഇവിടെ ഷോ നടത്തത്തുള്ളൂ. അല്ല സോറി, ഫ്രൈഡേ സാറ്റർഡേ ആണ്, ഒരു വീക്കെൻഡിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഷോ നടക്കണമെങ്കിൽ ഓരോ വീക്കെൻഡിലുമാണ്. ബാക്കിയുള്ള ദിവസം ഫുള്ളി വേസ്റ്റാണ്, ഫ്രീ ടൈം ആണല്ലോ. അതെ, അതും കൂടെ വെച്ചിട്ടാണ് അന്ന് ചേട്ടൻ അങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഫിലിം ഒരു വ്യത്യസ്തത ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ട് 3 പോലെ മറ്റേ നാടോടിക്കാറ്റിൻ്റെയും
പട്ടണപ്രവേശത്തിൻ്റെയും പാർട്ട് 3 പോലാണ് കഥ നിൽക്കുന്നത്. ആ ക്യാരക്ടറല്ലോ ദാസനും വിജയൻ, മനസ്സിലായി. അവരുടെ ഒരു ട്രാവൽ അമേരിക്കയിലൊക്കെ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. ബാക്കി എല്ലാവരും ഉണ്ട്, ഈ പറയുന്ന സ്ഥിരം അങ്ങനെ ആ സിനിമകളിലുള്ള എല്ലാവരും, മുകേഷ്, ജഗദീഷ്, മണിയമ്പിള്ള രാജു, സോമേട്ടൻ തുടങ്ങിയ എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെയാണ് അത് അമേരിക്കയിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ കമ്മിറ്റ്. ലാലേട്ടനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? മോഹൻലാലുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നല്ലോ. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വന്ന് ഇറങ്ങുന്നത് തന്നെ ഈ പഞ്ചായത്ത് സിനിമയിലേക്കാണ് എൻ്റെ ബന്ധം. പിന്നീട് അങ്ങോട്ടൊരു വലിയൊരു ഗ്രാഫ് തന്നെ ആയിരുന്നല്ലേ മാറ്റം? പിന്നെ കംപ്ലീറ്റ്ലി 7 ആർട്സ് മോഹൻലാൽ പടങ്ങളായിരുന്നു. ആദ്യത്തെ ഇത് തുടക്കം മമ്മൂട്ടിയുടെ പടമായിരുന്നു, കാതോട് പകരം. പിന്നീടെല്ലാം കണ്ടിന്യൂസ്ലി മോഹൻലാലിൻ്റെ പടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഗ്രാഫിൻ്റെ ഒരു തുടക്കം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ജോയിൻ ചെയ്തെങ്കിലും പിന്നീട് ഒരുമിച്ചുള്ള ഒരു യാത്രയാണെന്ന് പറയാം. ഒരുപാട് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സിനിമകളും മോഹൻലാൽ തന്നെയായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ് കേട്ടിട്ടുണ്ട് ലാലേട്ടൻ, ശരിയാണോ? അങ്ങനെയാണ്. പ്രത്യേകിച്ച് താളവട്ടത്തിൻ്റെ ഒരു സെറ്റിൽ പോകുമ്പം നേരിട്ട് കാണാവുന്ന അങ്ങനെയാണ്. പുള്ളി ഷോട്ടില്ലെങ്കിലും പുള്ളിയുടെ സീൻ നേരിട്ട് കഴിയും. സാധാരണ അതിലിപ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും ആർട്ടിസ്റ്റുകൾ അവരുടെ വർക്ക് കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് മുറിയിൽ പോവുകയോ അല്ലെങ്കിൽ പുറത്തു പോവുകയോ അങ്ങനെയുള്ള കാര്യം. ഇപ്പം അദ്ദേഹം അങ്ങനെയല്ല, അവിടെ തന്നെ ഉണ്ടാവും. അതൊരു ടീം ഈ പറഞ്ഞ ആൾക്കാരുള്ളൂ എല്ലാം. അപ്പം അതുകൊണ്ട് പുള്ളി സീൻ കഴിഞ്ഞാലും പുള്ളി അവിടെ ഈ എല്ലാവരെയും ജോണ്ടിയും ഇതും ഒക്കെ ആയിട്ട് ആ സെറ്റുകളും പ്രത്യേകിച്ച് ജഗതിയൊക്കെ ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ട് അതിന് കമൻറ്റ് പറയാനും അതിന് ആൾക്കാരെ ഗ്രഹിക്കാനും അദ്ദേഹം ഉണ്ടാവും. ജഗതിയുടെ ഭയങ്കര നല്ല കുറേ സീൻസ് ഉണ്ട് അതിനകത്തുണ്ട്, അതോട് പിന്നെ താളവട്ടത്തിലുണ്ടല്ലോ. അപ്പം അതിൻ്റെ എല്ലാ ഒരു ഭാഗമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ കളിയാക്കിയും ഒക്കെ ആയിട്ട് മുകേഷുണ്ട്, മറ്റെല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലേഫുൾനെസ് ആയിരുന്നു ടോട്ടലി പുള്ളിയുടെ. അങ്ങനെ ഒരു സീരിയസ് മനുഷ്യനായിരുന്നില്ല അന്നും ഇന്നും. ഇന്ന് പക്ഷേ അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് കുറച്ചുകൂടെ പുള്ളി വളരെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഗൗരവമുള്ള ആളായി മാറിയല്ലോ. മാറേണ്ടി വരുമല്ലോ, കാരണം ഇത്രയും കാര്യങ്ങളും ബിസിനസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. സാർ ഇനി പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ? എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇപ്പം സീരിയലിലായി. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലേ, ഒരു കൗതുകം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് വന്നൊരു സംഭവം എന്നുള്ള നിലയിൽ വന്നെങ്കിലും ഇപ്പം വളരെ ഏറ്റവും ഗൗരവമായിട്ട് ആ സീരിയൽ ബിസിനസ് എടുത്തുകൊണ്ട് പോവുകയാണല്ലോ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനിയും സീരിയലിൽ ഇപ്പം തന്നെ OTT ഇറങ്ങുന്നു, ഒരുപാട് വെബ് സീരീസ് പോലുള്ളത് തന്നെ വരുന്നു. അപ്പൊ ഈ സീരിയലുകളുടെ ഒരു വളർച്ച നിൽക്കാൻ സമയമായെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, അതിൻ്റെ നിൽക്കുക എന്നുള്ളതല്ല, ആ ഇൻഡസ്ട്രി കണ്ടിന്യൂ ചെയ്യും എന്നാണ് വിശ്വാസം. സ്പെക്കുലേഷൻ പറയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ ആ ചാമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വലിയ അത് കുറയും, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ കരച്ചില് അവിഹിതം ഇനിയത്തെ തലമുറ ഏറ്റെടുക്കും തോന്നുന്നുണ്ടോ? അല്ല, ഇനിയത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതല്ലല്ലോ സീരിയൽ. അമ്മമാർക്ക് നിങ്ങൾ പറഞ്ഞതാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് വെബ് സീരീസും. അതെ, അപ്പം ഞാനതാ വളരെ ഗൗരവമായിട്ട് ഇനിയിപ്പം വെബ് സീരീസിലേക്ക് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രായോഗികമായ പ്രശ്നത്തിന് വെയിറ്റ് ചെയ്യുക. കാരണം ആരും റീജിയനിലേക്ക് വന്നിട്ടില്ല. മലയാളത്തിലേക്ക് വെബ് സീരീസ് ഇതുവരെ ഒരു വലിയ കമ്പനികളാരും വന്നില്ല. എക്സെപ്റ്റ് ഹോട്ട്സ്റ്റാർ മാത്രമേ 2-3 ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി കമ്പനികളെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റീജിയണൽ ചെന്നൈയിലൊക്കെ ഓഫീസൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ആയിട്ടില്ല. അപ്പം ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെയും ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ്. ഇപ്പം ഞാൻ കാണുന്നതും വെബ് സീരീസാണ്. കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു ഫോളോവറാണ് ഞാൻ. അറിയില്ല, അതെല്ലാം പറഞ്ഞില്ല. ഈ കമ്പനികൾ റീജിയണിലേക്ക് വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെറുതെ സന്തോഷത്തിന് ഈ പറഞ്ഞ പോലെ സിനിമ വേണമെങ്കിൽ സന്തോഷത്തിന് സിനിമ ചെയ്യാം. അത്യാവശ്യം സീരിയൽ ആ ഒരു സംഭവമല്ല. ഇത് ആ കമ്പനികളുമായിട്ടുള്ള ടൈപ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു വെബ് സീരീസിൻ്റെ അതിന് വേണ്ടി ഒരു കാത്തിരിപ്പ്. അതിൽ ശരിക്കും പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് വെബ് സീരീസിന് വേണ്ടി ചെയ്യാനായിട്ട് ആദ്യം വെച്ചിരിക്കുക. കാരണം ഞാൻ അതിൻ്റെ റൈറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുക പുറക്കാരായിട്ട് വെച്ചിരിക്കുക. അതെ, മണിച്ചിത്രത്താഴ് എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട് ആ ഡയലോഗുകൾ ഉൾപ്പെടെ. അതെ അതെ അതെ, അത് തന്നെയാണ് അതിനകത്ത് റിസ്ക്കും. അതിനകത്ത് ഒരു ഭയം എന്ന് പറയുന്നതും അത് തന്നെയാണ്. പക്ഷെ അത് ഭയം കൊണ്ടല്ല ചെയ്യാത്തത്, അതിൻ്റെ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ്. കാരണം അത്രയും വലിയൊരു സ്പെക്ട്രത്തിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അത്രയും തയ്യാറെടുപ്പാണ്. അതിന് വെബ് സീരീസ് മാത്രമേ പറ്റുള്ളൂ. വെബ് സീരീസ് കറക്റ്റാണ്. കാരണം വെബ് സീരീസ് ലോകത്ത് എല്ലാ സ്ഥലത്തും ഏതാണ്ട് സിനിമയുടെ ക്വാളിറ്റിയിലും സിനിമയ്ക്ക് ഈക്വലായിട്ടാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയും ചെയ്യും. അതെ അതെ, തീർച്ചയായിട്ടും. അത് ഏറ്റവും നല്ലൊരു ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ സിനിമ കഴിഞ്ഞാൽ സിനിമയേക്കാൾ വലിയൊരു ശൃംഖലയാണ് ഇപ്പം വെബ് സീരീസ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിലേ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം സാധിക്കട്ടെ, അതെയോ അനുഗ്രഹിക്കട്ടെ. സാർ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വൈഫും 2 പെൺകുട്ടികളുമാണ്, മക്കൾ 2 പേരും.
ഇപ്പം അച്ഛൻ ഇങ്ങനെ ഇതിനുള്ള പാഷൻ ഇവിടെ എത്തി നിൽക്കുമ്പം മക്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എനിക്കും പ്രൊഡ്യൂസർ ആവണം, എനിക്ക് ഈ ഫീൽഡിലോട്ട് വരണം? അല്ല, അവർക്ക് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ല. ഇല്ല. ഇല്ല, ഒട്ടുമില്ല. ഒരു മീഡിയയുടെ വലിയ താല്പര്യം വല്ല ഇല്ല. അവരുടെ ചിന്തകൾ വേറെയാണ്. അവർ വേറെ അല്ല, ടോട്ടലി അങ്ങനെയാണ്. ഒട്ടും ആഭിമുഖ്യമില്ല ഇതിനോട്. അപ്പോൾ സാറ് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.